ഉടമസ്ഥതയിലുള്ള സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനദാതാക്കളായ സ്റ്റാർലിങ്ക് ഇന്ത്യയിൽ സേവനം ആരംഭിക്കാൻ പോവുകയാണ്. അടുത്ത 2 മാസത്തിനുള്ളിൽ സ്റ്റാർലിങ്ക് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് അറിയുന്നത്. ഇതിനായി സ്റ്റാർലിങ്കിന് ടെലികോം മന്ത്രാലയത്തിൽ നിന്ന് ആവശ്യമായ ലൈസൻസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഏറെ പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരുന്ന സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് വരുമ്പോൾ കുറഞ്ഞ ചെലവിൽ ഇന്റർനെറ്റ് സേവനം ലഭിക്കുമെന്ന് കരുതിയവർക്ക് തെറ്റി. കാരണം പ്രതിമാസം 3000 രൂപയോളം ഇന്റർനെറ്റിനായും ഇൻസ്റ്റലേഷനായി ഒരു വൻ തുകയും നൽകേണ്ടി വരുമെന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. സ്റ്റാർലിങ്കിന്റെ ഹൈലൈറ്റ് തന്നെ അതിവേഗ ഇന്റർനെറ്റ് ആണ്. കേബിളുകൾ, മൊബൈൽ ടവറുകൾ എന്നിവയിലൂടെ അല്ലാതെ നേരിട്ട് സാറ്റലൈറ്റുകൾ പ്രയോജനപ്പെടുത്തുന്നതുകൊണ്ട് തന്നെ വേഗത വർദ്ധിക്കും. 25 Mbps മുതൽ 220 Mbps വരെ വേഗതയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഭൂരിഭാഗം ഉപഭോക്താക്കൾക്കും 100 Mbps-ലധികം വേഗത ലഭിക്കുമെന്നതാണ് കണക്കുകൂട്ടൽ. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇലോൺ മസ്ക് എന്ന ലോക കോടീശ്വരന്റെ സ്റ്റാർലിങ്ക് കൂടി എത്തുന്നത്. ഇതോടെ രാജ്യത്തിന്റെ മുഴുവൻ ഇടങ്ങളിലേക്കും അതിവേഗ ഇന്റർനെറ്റ് സേവനങ്ങൾ എത്തുമെന്നതാണ് പ്രതീക്ഷ. യൂട്ടിലിറ്റി സാറ്റ്-1 വെബ്, റിലയൻസ് ജിയോ എന്നിവയ്ക്ക് ശേഷം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷന്റെ സമാന ലൈസൻസ് ലഭിക്കുന്ന 3ാമത്തെ കമ്പനിയാണ് സ്റ്റാർലിങ്ക്. നിലവിൽ 100-ലധികം രാജ്യങ്ങളിൽ കമ്പനി പ്രവർത്തിക്കുന്നുമുണ്ട്. ഇനി മസ്കിന്റെ ഇന്റർനെറ്റ് അധിഷ്ഠിത സ്റ്റാർലിങ്ക് സേവനം എന്താണ് എന്ന് നോക്കാം. ഇലോൺ മസ്ക് 2002-ൽ സ്ഥാപിച്ച സ്പേസ് എക്സിന്റെ കീഴിൽ രൂപം കൊണ്ട കമ്പനിയാണ് സ്റ്റാർലിങ്ക്. സ്റ്റാർലിങ്ക് ഉപഗ്രഹ അധിഷ്ഠിത ഇന്റർനെറ്റ് സേവനങ്ങൾ നൽകുന്ന കമ്പനിയാണ്. എലോ എർത്ത് ഓർബിറ്റിലെ ഉപഗ്രഹങ്ങളുടെ ശൃംഖലകളിലൂടെ തടസ്സരഹിത അമിതവേഗ ഇന്റർനെറ്റ് സേവനങ്ങൾ നൽകുകയാണ് ചെയ്യുന്നത്. സ്റ്റാർലിങ്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതോടെ ഒറ്റപ്പെട്ട വിദൂരമായ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ പോലും ഇന്റർനെറ്റ് ലഭ്യത ഉറപ്പാക്കാൻ സാധിക്കും. സ്റ്റാർലിങ്കിന്റെ സബ്സ്ക്രിപ്ഷൻ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. കേബിൾ അല്ലെങ്കിൽ ഫൈബർ ഇന്റർനെറ്റിനേക്കാൾ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് താരതമ്യേന ചെലവേറിയതാണ്. അതുകൊണ്ട് തന്നെ സ്റ്റാർലിങ്കിന്റെ ആദ്യ ഇൻസ്റ്റലേഷന് വേണ്ടിയുള്ള സ്റ്റാൻഡേർഡ് കിറ്റിന് ഏകദേശം 33,000 രൂപ കൊടുക്കേണ്ടി വരും. കൂടാതെ അൺലിമിറ്റഡ് ഡാറ്റയോടുകൂടിയ പ്രതിമാസ പ്ലാനുകൾക്ക് നൽകേണ്ടത് 3,000 രൂപ മുതൽ 4,200 രൂപ വരെ ആയിരിക്കും. സ്റ്റാൻഡേർഡ് കിറ്റിൽ ഒരു സ്റ്റാർലിങ്ക് ഡിഷ്, ഒരു കിക്ക് സ്റ്റാൻഡ്, ഒരു ജനറേറ്റർ 3 റൂട്ടർ, സ്റ്റാർലിങ്ക് ആൻഡ് AC കേബിൾ, ഒരു പവർ സപ്ലൈ യൂണിറ്റ് എന്നിവയുണ്ടാവും. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ ബംഗ്ലാദേശിലും ഭൂട്ടാനിലും സ്റ്റാർലിങ്ക് കിറ്റിന് 33,000 രൂപ തന്നെയാണ് വില. ഉപഭോക്താക്കളെ ആകർഷിക്കാൻ ഓരോ ഡിവൈസ് പർച്ചേസുകൾക്കൊപ്പവും 1 മാസത്തെ സൗജന്യ ട്രയൽ നൽകാനും സ്റ്റാർലിങ്ക് പദ്ധതിയിടുന്നുണ്ട്. സ്റ്റാർലിങ്ക് എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്നുകൂടി നോക്കാം. ഇന്ത്യയിൽ നിലവിലുള്ള വിയാസാറ്റ് പോലുള്ള പരമ്പരാഗത സാറ്റലൈറ്റ് സേവനദാതാക്കൾ ഏതാനും വലിയ സാറ്റലൈറ്റുകളിൽ നിന്നാണ് ഇന്റർനെറ്റ് നൽകുന്നത്. സ്റ്റാർലിങ്ക് ആകട്ടെ ആയിരക്കണക്കിന് ചെറിയ സാറ്റലൈറ്റുകളുടെ കൂട്ടത്തിൽ നിന്നാണ് ഇന്റർനെറ്റ് നൽകുന്നത്. ഇവയ്ക്ക് ഭൂമിയിലുള്ള റിസീവറുകളുമായി ഡാറ്റ കൂടുതൽ സ്പീഡിൽ കൈമാറ്റം ചെയ്യാൻ സാധിക്കും. ഇനി ഇങ്ങനെ ലഭ്യമാകുന്ന ഇന്റർനെറ്റിന്റെ സ്പീഡ് എങ്ങനെയായിരിക്കും എന്നുകൂടി നോക്കാം. സ്റ്റാർലിങ്കിന്റെ ഹൈലൈറ്റ് തന്നെ അതിവേഗ ഇന്റർനെറ്റ് ആണ്. കേബിളുകൾ, മൊബൈൽ ടവറുകൾ എന്നിവയിലൂടെ അല്ലാതെ നേരിട്ട് സാറ്റലൈറ്റുകൾ പ്രയോജനപ്പെടുത്തുന്നതുകൊണ്ട് തന്നെ വേഗത വർദ്ധിക്കും. 25 Mbps മുതൽ 220 Mbps വരെ വേഗതയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഭൂരിഭാഗം ഉപഭോക്താക്കൾക്കും 100 Mbps-ലധികം വേഗത ലഭിക്കുമെന്നതാണ് കണക്കുകൂട്ടൽ. റിലയൻസ് ജിയോ, ഭാരതി എയർടെൽ തുടങ്ങിയ കമ്പനികളുമായി സ്റ്റാർലിങ്ക് സഹകരിച്ച് പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും ഇന്ത്യയിലെ ഇന്റർനെറ്റ് വിപ്ലവത്തിന്റെ അടുത്ത ഘട്ടമാണ് സ്റ്റാർലിങ്കിന്റെ വരവ്.